നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയുമോ എന്നുള്ളത്. ഇത് മൂന്നും ഞാൻ പറയുന്നത് റാങ്ക് അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. വളരെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പേര് പോലെ തന്നെ ഒരു പാർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു ചിത്രം പങ്കുവയ്ക്കുന്നത്. ഒരു ഈഗോ ക്ലാഷ് ആണ് സിനിമ മൊത്തം സംസാരിക്കുന്നത്. ഈ ഒരു ഈഗോ എന്ന് പറയുന്നത് ഏതൊരു അറ്റം വരെ പോകുന്നുള്ളത് ഈ ഒരു സിനിമ പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 50-50 എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് മലയാളം സിനിമയായിട്ടുള്ള ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മലയാള സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. എന്താ പറയുക, ആ ഒരു സിനിമയ്ക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. പല രീതിയിൽ ഇത് ചിന്തിക്കാം. ആളുകൾ കാണുന്നതിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിനനുസരിച്ചിട്ടായിരിക്കും സിനിമ സ്വാധീനിക്കുന്നത്. മലയാളത്തിൽ നല്ലൊരു സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി പോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഇനി ഒന്നാമത്തെ പടം, അത് 12th ഫെയിൽ. അപ്പോൾ ഈ 12th ഫെയിലാണ് എനിക്ക് ഈ ഒരു കാറ്റഗറിയിൽ 100% ഡിസേർവിംഗ്. പിന്നെ അതിനെ നടന് കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2024 ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിനിമ ഇതാണ്. അപ്പോൾ 100% ഈ ഒരു അവാർഡിന് ഡിസേർവിംഗ് ആണെന്നാണ് എനിക്കിത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതർ ലാംഗ്വേജസിൽ കിട്ടിയിട്ടുള്ള പല സിനിമകളും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് ദയവ് ചെയ്തിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.